സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ച കേരളത്തെ മൊത്തം വളരെയധികം ആഴത്തിൽ വേദനിപ്പിച്ച ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ കേട്ടിരുന്നത്. ശ്രുതിയും ജെൻസണും. ഈ ന്യൂസ് കണ്ണീരോടെയല്ലാതെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. ഈ വാർത്ത കേട്ടപ്പോൾ സ്വാഭാവികമെന്ന് പറയട്ടെ, എൻ്റെ മനസ്സും വളരെ ആഴത്തിൽ വേദനിച്ചു. അതിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് ന്യൂസുകൾ വന്നു. അത്രമേൽ വേദനിച്ച ജനഹൃദയങ്ങൾ താങ്ങാനാവാതെ അവരുടെ ദൈവങ്ങളെ ചോദ്യം ചെയ്യുന്ന ചില വാക്കുകളും കാണാനിടയായി. ഇനിയെങ്കിലും നിങ്ങൾ പറയപ്പെടുന്ന ദൈവം ഇല്ല എന്ന് സമ്മതിച്ചുകൂടെ എന്ന ഒരു വാചകവും കേൾക്കുകയുണ്ടായി. വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങളിൽ ഇടം നേടിയവരായിരുന്നു ശ്രുതിയും ജെൻസണും. ശ്രുതിയെ മാത്രം തനിച്ചാക്കി തൻ്റെ പ്രിയപ്പെട്ടവരെയെല്ലാം ഒരു ദിവസം ദൈവം കൊണ്ടുപോയി. അവൾക്ക് താങ്ങും തണലുമായി വന്ന തൻ്റെ പ്രിയതമനായിരുന്നു ജെൻസൺ. തനിക്ക് താങ്ങായി അവനെങ്കിലും ഉണ്ടല്ലോ എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു ആ കുട്ടി. പക്ഷേ ഏറെ ദുഃഖമെന്ന് പറയട്ടെ, പടച്ചവൻ്റെ വിധിയായി ആ പ്രിയതമനും മരണപ്പെടുകയുണ്ടായി. അള്ളാഹുവിൻ്റെ വിധിയെ തകർക്കാൻ ഈ ലോകത്താർക്കും സാധ്യമല്ല. മരണം അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അള്ളാഹു ആ കുട്ടിക്ക് ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള മനസ്സ് കൊടുക്കട്ടെ. ആമീൻ. പക്ഷേ ഇവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. നമ്മുടെ ആധുനിക കണ്ടെത്തലുകൾക്കും ഒരുപാട് പേരുടെ ജീവൻ രക്ഷിച്ച ഡോക്ടേഴ്സിനും മെഡിക്കൽ സംവിധാനങ്ങൾക്കും ഒരു ജീവനെ പിടിച്ചു നിർത്താൻ കഴിയാതെ പോയത് എന്തുകൊണ്ട്? ഡോക്ടേഴ്സ് പോലും അവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിട്ട് ഒരു വഴിയുമില്ല എന്ന തോന്നുമ്പോൾ അവർ അവസാനം പറയുന്ന ഒരു വാക്കുണ്ട്: ഇനിയെല്ലാം ദൈവത്തിൻ്റെ കൈകളിലാണ്, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ. ശാസ്ത്രം ഇത്രയൊക്കെ വളർന്നിട്ടും എന്തുകൊണ്ടാണ് പ്രകൃതിക്ഷോഭങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ കഴിയാത്തത്? എന്നാൽ ഇതിലൂടെയൊക്കെയാണ് നമ്മൾ ദൈവത്തെ അല്ലെങ്കിൽ അള്ളാഹുവിനെ കൂടുതൽ അടുത്തറിയേണ്ടത്. ശാസ്ത്രത്തിനപ്പുറവും ഒരു പടച്ചവനുണ്ടെന്ന വിശ്വാസം നമ്മളിൽ ഉണ്ടാവണം. ഖുർആനിൽ ഒരു വചനമുണ്ട്: ഇന്നമൽ ഉസ്രി യുസ്ര, ഞെരുക്കത്തിൻ്റെ കൂടെ ഒരു എളുപ്പവുമുണ്ടായിരിക്കും. അതൊരു വാഗ്ദാനമാണ്. അതുകൊണ്ട് അള്ളാഹുവിലുള്ള പ്രതീക്ഷ നാം കൈവിടരുത്. അള്ളാഹുവിൻ്റെ റസൂലായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും ഒരുപാട് പ്രയാസങ്ങളും പീഡനങ്ങളും ജീവിതകാലത്ത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ശത്രുക്കളാൽ ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രോഗങ്ങൾ കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും ഒരുപാട് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം പരീക്ഷണങ്ങൾ നേരിട്ടത് പ്രവാചകന്മാരായിരുന്നു എന്ന് നബി തങ്ങൾ പറയുന്നു. എല്ലാ പ്രയാസങ്ങളെ തൊട്ടും അള്ളാഹു നമ്മെ എല്ലാവരെയും കാക്കട്ടെ. ആമീൻ. ഏതൊരു പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹുവിനോടുള്ള നമ്മുടെ വിശ്വാസവും പ്രതീക്ഷയും നിലനിർത്തി തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇൻഷാ അള്ളാഹ്.